ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരിക്കും. ഈ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ലൈഫിൽ ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു 10 കാര്യങ്ങൾ പെട്ടെന്ന് പറയാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് 100% യൂസ്ഫുൾ ആയിരിക്കും. യൂസ്ഫുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എൻ്റർടൈനിങ്, ഇതൊരു എൻ്റർടൈൻമെൻറ്റ് വീഡിയോ അങ്ങനത്തെ സംഭവമൊന്നുമല്ല. പക്ഷേ ഈ സംഭവം നിങ്ങൾ ചെയ്യാൻ പാടില്ലല്ലോ എന്നിപ്പം ഇത് ഞാൻ പറയുന്ന സംഭവം തരാം കേട്ടോ. ഇനി കുറേ സോഷ്യൽ മീഡിയയിൽ നിന്നും കുറേ ഇതിൽ നിന്നും കണ്ടെത്തി കിട്ടിയ കുറച്ച് സംഭവങ്ങളാണ്. ഈ വീഡിയോ ഫുള്ള് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും ഈ 10 കാര്യങ്ങളും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. ചിലപ്പോൾ ഇതിലെ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് കാണും. നിങ്ങൾ ഇതിൽ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ നമുക്ക് നോക്കാം. ഫസ്റ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരുടെ കുറവുകൾ പറഞ്ഞ് അവരെ കളിയാക്കായിരിക്കും. അതായത് നമ്മൾ പലരും ചെയ്യുന്ന കാര്യമാണ് ഒരാളുടെ കുറവ് പറഞ്ഞ് നിനക്ക് പറ്റില്ലല്ലോ ഇത് പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് ഓരോ കുറവുകൾ പറഞ്ഞ് അവരെ കളിയാക്കുക. അത് ചിലരുടെ ഹോബിയാണ്, പക്ഷേ അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്, ഭയങ്കര മോശമായ കാര്യമാണ്. അടുത്ത രണ്ടാമത്തെ പോയിന്റാണ് ബോഡി ഷേമിങ് ചെയ്യുന്നത്. കാരണം മിക്ക സൈഡിലും ഞാൻ കണ്ടുവരുന്നതാണ് വണ്ണം ഉള്ളവരെ തടിയാന്ന് പറഞ്ഞ് കളിയാക്കും, കോങ്ങണം അല്ലാതെ കോങ്ങണം വരുന്നു, പിന്നെ ചിലപ്പോൾ വിക്കറുണ്ടെങ്കിൽ വിൽക്കാന്ന് പറഞ്ഞ് കളിയാക്കും. ഇതെല്ലാം ബോഡി ഷേമിംഗ് ആണ്. അപ്പം ബോഡി ഷേമിംഗ് എന്ന് പറയുന്നത് ഭയങ്കര മോശം ഒരു സംഭവമാണ്. ചിലരിത് ഭയങ്കര രസത്തിന്, നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു സന്തോഷം, എന്തോ ഒരു മനസ്സുഖമാണ്, എടാ തടിയാ, എടാ പൊട്ട, അല്ലെങ്കിൽ എടാ വിക്ക എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. കാരണം അതെന്ന് പറഞ്ഞു ഭയങ്കര ഒരു മിസ്റ്റേക്കാണത്. എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയാൻ വയ്യ, അതിന് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. ഇത് ഭയങ്കര തെറ്റായൊരു കാര്യമാണ് ഈ ബോഡി ഷേമിങ് ചെയ്യുന്നത്. അടുത്ത മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്. ചില ആൾക്കാരുണ്ട് ഓവറായിട്ട് സംസാരിക്കും. പക്ഷേ ഈ ഓവറായിട്ട് സംസാരിക്കുന്നവരാണെങ്കിൽ പോലും അവരുടെ സംസാരം ഇൻട്രസ്റ്റിംഗ് ആണ്, രസമായിരിക്കും. പക്ഷേ ചിലരുണ്ട് ബ്ലാ 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 എന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും, പക്ഷേ ഭയങ്കര വെറുപ്പീരായിരിക്കും സംസാരം. ചിലരുണ്ട് നമ്മളെ സംസാരിക്കണമെന്ന് അനുവദിക്കത്തില്ല, അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഫുള്ള് വെറുപ്പീര് സംസാരമായിരിക്കും. അപ്പം ഇതിൽ നിന്ന് മനസ്സിലാകുന്ന വിചാരിക്കുന്നു. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ വെറുപ്പിച്ച് സംസാരിക്കാതിരിക്കുക. അതായത് ഒരാൾക്ക് നമുക്ക് സംസാരിക്കുമ്പോൾ തന്നെ അറിയാം അവർ ഇൻട്രസ്റ്റിംഗ് ആണോ, നമ്മൾ കേൾക്കുന്ന ഇൻട്രസ്റ്റിംഗ് ആണോ, നമുക്ക് സംസാരിക്കുമ്പോൾ തന്നെ അറിയാമല്ലോ. അങ്ങനെ പ്രശ്നമാണെന്ന് തോന്നുവാണെങ്കിൽ അവരധികം വെറുപ്പിക്കാതിരിക്കും. കാരണം അങ്ങനെ വെറുപ്പിക്കുവാണെങ്കിൽ തൽക്കാലം ആ സമയത്ത് ഇവനെ എനിക്ക് കേൾക്കാതെ പോയി കഴിഞ്ഞാൽ അവൻ എന്തോ വിചാരിക്കുമെന്ന് വെച്ച് ഇങ്ങനെ തൽക്കാലം കേട്ടോണ്ടിരിക്കും. പക്ഷേ പിന്നീട് അങ്ങനത്തെ ആൾക്കാർ അവരൊന്നും നിങ്ങളുടെ ഏരിയയിൽ വരാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ ആൾക്കാരെ വെറുപ്പിക്കുന്ന, ഓവറായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന് വെറുപ്പിക്കുന്ന സംസാരമുള്ളത് ഭയങ്കര മോശം പരിപാടിയാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. നിങ്ങൾ അതിൽ അങ്ങനത്തെ സംഭവം ചെയ്യുന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അത് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരു കോമൺ സെൻസ് ഒക്കെ വേണം, അതുള്ളവർ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അഞ്ചാമത്തെ പോയിന്റ് സോഷ്യൽ മീഡിയയിൽ അശ്ലീലങ്ങൾ എഴുതാതിരിക്കുക. ചില ആൾക്കാരുണ്ട് ഭയങ്കര മനസംതൃപ്തി കണ്ടുപിടിക്കുന്നത് സോഷ്യൽ മീഡിയയിലാണ്. ഫേസ്ബുക്ക് എടുത്താലും യൂട്യൂബ് എടുത്താലും ഒക്കെ കാണാൻ പറ്റും. എന്ത് മോശം, എൻ്റെ യൂട്യൂബിൽ തന്നെ പേഴ്സണലി എനിക്ക് എന്തൊക്കെ കമൻറ്റ് വന്നിട്ടുണ്ട്. അയ്യോ, എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ ചില സമയത്ത് കമൻറ്റ് സെക്ഷൻ എടുത്ത് കളയാക്കിയിട്ടുണ്ട്. ഞാൻ ഒരു സമയത്ത് ചില വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ മോശം വീഡിയോ ആണ്, പക്ഷേ ഇത്രയും പറയേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ അമ്മയ്ക്കും അച്ഛനും തെറി വിളിക്കുന്ന ആൾക്കാരുണ്ട്, അതുപോലെ മോശം കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്താ ഇവരുടെ മനസ്സുഖം. അപ്പം അത് ഭയങ്കര ഒരു മോശം സ്വഭാവമാണ്. ചിലർ ഫേക്ക് അക്കൗണ്ടിൽ കയറി ചെയ്യുന്ന വീരന്മാരുണ്ട്, എന്നെ ഒന്നും കണ്ടുപിടിക്കത്തില്ല, പിന്നെ എനിക്ക് എന്തും പറയാമെന്ന് പറഞ്ഞ്. പക്ഷെ അത് എന്തായാലും ഇത്ര മനസ്സുഖം, അത് എത്ര നല്ല സ്വഭാവമാണോ? ഇത് നല്ല സ്വഭാവം അല്ലെന്ന് ഈ പറയുന്ന ആൾക്കാർക്ക് വരെ അറിയാം, പക്ഷെ അവർക്ക് എന്തോ ഒരു സുഖമാണിത്. അത് ഭയങ്കര മോശമൊരു കാര്യമാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അടുത്ത പറയുന്നതാണ് കുട്ടികൾ സംശയം ചോദിക്കുമ്പോൾ ഒരിക്കലും കളിയാക്കരുത്. അത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്, ചിലർ ചെയ്യുന്ന കാര്യമാണ്. ഞാൻ ചില കേസിൽ കണ്ടിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ചോദിക്കുമ്പോൾ അവന്മാരെ കൊച്ചു പിള്ളേരെ ആക്കി സംസാരിക്കും. എനിക്ക് പൊതുവേ അങ്ങനെ ആരും പറയത്തില്ല, പക്ഷേ എന്നാലും അങ്ങനെ പറയാൻ ചില ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കണം, ഇങ്ങനെ ചെയ്യരുത്, കൊച്ചു കുഞ്ഞല്ലടാന്ന് പറഞ്ഞ് പറഞ്ഞു കൊടുക്കണം. ചിലർ അതിൽ ആനന്ദം കണ്ടെത്തുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ പലയിടത്തും കണ്ടറിയാം, കൊച്ചു പിള്ളേരുടെ അടുത്ത് മോശമായിട്ട് സംസാരിക്കുന്ന അച്ഛന്മാരുണ്ട്, അനിയന്മാരുണ്ട്, അല്ലാതെ മാമന്മാർ കാണും. അപ്പം കൊച്ചു പിള്ളേരെന്ന് പറയുന്ന ഒരു പ്രത്യേക രീതിയാണ്. അവർക്ക് ചിലപ്പം പൊട്ടത്തരം പറയും, മണ്ടത്തരം പറയും. അതൊക്കെ നമ്മൾ അതിൻ്റെതായ സെൻസിലെടുക്കുക. പൊതുവെ എല്ലാവർക്കും അറിയാം, പക്ഷെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യത്തിൽ ഒന്നാണ്, ഒത്തിരി പേര് പറഞ്ഞ കുറേ കമൻറ്റ് സെക്ഷനിൽ കണ്ട ഒന്നാണ് ഇത്. അടുത്ത പോയിന്റ് വാഹനങ്ങൾ ഓടിക്കുമ്പോൾ റോഡിൽ മത്സരം ഒരിക്കലും പാടില്ല, പ്രത്യേകിച്ച് പബ്ലിക് റോഡിൽ. ഇപ്പോൾ റേസിംഗ് സെക്ഷനിലൊക്കെയാണ് നമുക്ക് റേസിംഗ് നടത്താൻ കുഴപ്പമില്ല, പക്ഷേ അമ്മമാരെ എന്ത് വിളിക്കാൻ എനിക്കറിയാൻ വയ്യ. ചില സമയത്ത് നമ്മൾ ഞാൻ റോഡിലൂടെ ബൈക്ക് ഓടിച്ചിട്ട് പോകുകയാണെങ്കിൽ കുറന്ന് ഭയങ്കര ഇരപ്പിച്ച് സൗണ്ട് എടുക്കുക, ഒരു 3-4 പേര് ഇങ്ങനെ പോകുന്നതാണ്. ഇവന്മാർക്ക് തലയ്ക്ക് ലെവലേശം വിവരമില്ല. എന്നുവെച്ചാൽ മനുഷ്യന്മാരാണോ എനിക്കറിയാൻ വയ്യ, എത്ര ബോധവും ഊളമില്ലാത്ത ടീംസൊക്കെ. കാരണം ഒരു ബസ്സിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഇങ്ങനെയാണ് പോകുന്നത്, പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ. ഇരപ്പിച്ച് അത് 3-4 പേരിങ്ങനെ റേസ് നടത്തുക, അത് പബ്ലിക് റോഡിൽ. ഇവന്മാരെയൊക്കെയാണ് പിന്നെ ഫോട്ടോയിൽ വരുന്നത്, ഭിത്തിയിലൊക്കെ ഒടിച്ചാണ് ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞ് കാണാം. അങ്ങനെ മരിക്കുന്നവരുടെ എനിക്ക് സഹതാപമൊന്നും അധികം തോന്നാറില്ല. കാരണം അവൻ്റെയൊക്കെ കയ്യിൽക്കൊണ്ടാണ്. കാരണം ഇങ്ങനെയുള്ളവർ ഒത്തിരി പേര് ഉപദേശിച്ച് കാണും, എന്നിട്ടും ഒരു ഇതും ഇല്ലെങ്കിൽ. നമ്മുടെ അടുത്ത് തന്നെ ഈ അടുത്തിടയ്ക്ക് ഇങ്ങനെ ഒരു മരണം ഉണ്ടായി, റേസിങ് ഇങ്ങനെ നടത്തി 2 പേര്. അപ്പോൾ ഞങ്ങൾ ചങ്ങനാശ്ശേരി അവിടെ മ്യൂസിക് കണ്ടാണ്, അവിടെ ചോദിച്ചപ്പോൾ ആൾക്കാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇവർ സ്ഥിരം
ഈ റോഡ് സ്ട്രെയിറ്റ് റോഡാണ്, അപ്പോൾ അവിടെ റേസിംഗ് സ്ഥിരം നടത്താറുണ്ട്. അങ്ങനെ നടത്തി അവസാനം റേസിംഗ് കൊണ്ട് പരിപാടി തീർന്നു. അപ്പം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് റോഡിൽ, അതും പബ്ലിക് റോഡിൽ മത്സരം നടത്തുന്നത്. ഫ്രണ്ട്സൊക്കെ ചിലപ്പോൾ ഒരു വാശി വന്നു കഴിഞ്ഞാൽ ചിലപ്പം ചുമ്മാ ഒരുത്തം പറയാം നിങ്ങൾക്ക് ജയിപ്പിക്ക് തോപ്പിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് ആവശ്യം കയറും. അങ്ങനെ ആവശ്യം കയറരുത്, കാരണം അങ്ങനെ ആവശ്യം കയറിയ ആ സാഹചര്യം എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മളങ്ങനെ ആദ്യ സമയത്ത് സ്പീഡൊക്കെ എടുത്ത് വന്നെങ്കിലും പിന്നെ എനിക്ക് പേഴ്സണലി അല്ലായിരുന്നു, ഞാൻ അങ്ങനെ ചിന്തിച്ചു, പ്രശ്നമാണെന്ന് തോന്നി ഒതുങ്ങി പെയ്യെ പോയിട്ടുണ്ട്. കാരണം അത് പ്രശ്നമാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു 5-6 കാര്യങ്ങൾ പറഞ്ഞെന്ന് തോന്നുന്നു. അപ്പം ഇനി കുറേ സാധനം കാണും, നിങ്ങൾ കമൻറ്റ് ചെയ്യുക, മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക. കാരണം കമൻറ്റ് സെക്ഷൻ നോക്കിയാൽ ഇതിൽ ഞാൻ കുറച്ച് പോയിന്റ്, ഞാൻ കുറേ കണ്ട കമൻസുകളിൽ നിന്നും കുറേ സോഷ്യൽ മീഡിയ കണ്ട സാധനത്തിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നിയ ഒരു 5-6 എടുത്തത്. ചെറിയ വീഡിയോ ആക്കണമെന്ന് വിചാരിച്ചു. നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. ഒരിക്കലും നിങ്ങൾ അല്ലെങ്കിൽ മനുഷ്യൻ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം കമൻറ്റ് സെക്ഷൻ നോക്കുമ്പോൾ തന്നെ ഒത്തിരി പേർക്ക് യൂസ്ഫുൾ ആവും. ഇതിപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പിലും ഒക്കെ ഷെയർ ചെയ്യുക, വാട്സാപ്പിൽ പ്രത്യേകിച്ച് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ കാണാൻ എൻ്റെ വിഷ്ണു TTM വോയിസിൽ നിന്ന്. സീ യു. നമ്മളിത് പറയാൻ പോകുന്ന 5 കാര്യങ്ങൾ, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത 5 കാര്യങ്ങൾ. ഒരു കുഞ്ഞു വീഡിയോ ആയിരിക്കും, പെട്ടെന്ന് തീർക്കാം. അപ്പോൾ ഈ 5 കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻറ്റ് സംഭവം തന്നെയാണ്. ഈ 5 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അത് ഞാൻ അടിയറവ് വെച്ച് പറയും, അടിയറവ് വെച്ചല്ല, അടി ഉറപ്പിച്ച് പറയും. എന്താ ഇത് പറയുന്നത്, അടിവരയിട്ട് പറയും. വീഡിയോ മൊത്തം കാണുക.